വീട്ടിൽ ആടിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആ ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനെ വളർത്തിയ? ഉണ്ടോ? TV ഉണ്ടോ? 2 ഒന്ന് ഹാളിൽ, ഒന്ന് റൂമിൽ, പിന്നെ കയ്യിലൊന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തിൻ്റെ കയ്യിലും മൊബൈല്. ഒരു കാര്യം ഞാൻ പറയാം സഹോദരങ്ങളെ, മൊബൈൽ കൊടുത്തു പഠിപ്പിക്കരുത് മക്കളെ. നിങ്ങളുടെ മക്കൾ കഞ്ചാവ് അടിക്കോ? ഇല്ല. കള്ളു കുടിക്കോ? ഇല്ല. കള്ളു കുടിക്കുന്നവന്, സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ അവന്റെ സ്വഭാവം മാറത്തില്ലേ? മാറുവോ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. ഇവിടെ സ്ഥിരമായി കള്ളു കുടിക്കുന്നവന്, കഞ്ചാവ് അടിക്കുന്നവന് അത് കുടിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. എന്നാൽ ഈ മൊബൈൽ വെച്ചിരിക്കുന്ന മക്കളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിച്ചു നോക്കിയേ, അവന്റെ സ്വഭാവം കാണാപ്പം. അത്രയ്ക്കും അഡിക്റ്റായിപ്പോയി നമ്മുടെ മക്കള്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിഴപ്പിക്കുക ഉമ്മമാര് സുഖത്തിന് വേണ്ടി. അവർക്ക് ഇത്തിരി നേരം ഉറങ്ങണം, ഇത്തിരി നേരം വഴുതു പറയണം, അതിന് മൊബൈലും കൊടുത്തിട്ട് ഇന്ന ഒരു ഉസ്താദ് വന്നു പോയത് പോലും അറിയണില്ല മക്കള്. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണ വീട്ടിലും ഞാൻ പറഞ്ഞിട്ടാ വന്ന മൊബൈലിനെ കുറിച്ച്. അള്ളാഹു ആ പയ്യൻ്റെ ആ കുടുംബത്തിലെ പിതാവ് മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ ആടിനെ വളർത്തി എന്ത് കിട്ടും? ആടിന്റെ കിലോയ്ക്ക് എന്നാ വിലയെന്നറിയോ? നിങ്ങൾ നോക്കിയോ, ഓരോ പെരുന്നാളിനും വെട്ടുന്ന ആടിന് വല്ല കണക്കുണ്ടോ? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് വന്ന, ജീലാനി ദിനം വന്ന, വയല് വന്ന, എന്ത് സലാത്തോ ആട്ടിറച്ചി അല്ലേ ഇപ്പൊ സഹോദര, എന്ത് വിലയാ. എന്നിട്ട് ഇത് എവിടുന്നാ വരുന്നേ? എടാ, പട്ടി പ്രസവിക്കുമ്പോൾ ഓരോ പ്രസവത്തിൽ എത്ര മക്കളാ എന്നാ കാണാറുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ചത്തുവോ അതൊക്കെ. എന്നാ ആട്, ഏത് വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കോഴിയെ വളർത്താറുണ്ടോ വീട്ടില്? കോഴിക്കടയിലെ കോഴിയല്ല, വീട്ടിൽ വളർത്താറുണ്ടോ? ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഉസ്താദ് ഉണ്ടായിരുന്നോ? സുഖല്ലേ? ഗുജറാത്തിലെ ഉസ്താദ്. ആട്ടുകല്ലുണ്ടോ വീട്ടിൽ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ, ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ല് ഏതാന്ന് യൂട്യൂബിൽ കയറി നോക്കണം. ഇപ്പം ആട്ടുകല്ല്. ഇപ്പൊ പെണ്ണുങ്ങൾ മൊത്തം ജിമ്മിന് പോവാ തടി കുറയ്ക്കാൻ. സുബ്ഹാനല്ലാഹ്, എന്തുവാ അപ്പൊ ഒന്ന് ആലോചിക്കുക. താത്താമാര് മൊത്തം ഇപ്പൊ ജിമ്മില്ല. ഈ ഡ്രൈവിങ്ങും പഠിക്കാൻ പോകുന്നുണ്ട് പെണ്ണ്. ലൈവായില്ലയോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നും പറയില്ലപ്പാ. ഞാൻ പണ്ട് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചു. ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ജിമ്മിന് പോവാ താത്താമാര്. എടാ, ഏത് ഉമ്മാമയാ ജിമ്മിന് പോയിട്ടുള്ളേ? 100 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിച്ച ഏത് ഉമ്മയാ ജിമ്മിന് പോയിട്ടുള്ളേ? ജിം എന്താണെന്നറിയോ? എടാ, എന്ത് ഈ പെണ്ണുങ്ങള് ഈ ജിമ്മിന് പോയിട്ട് ഇതൊക്കെ എന്താ ചെയ്യുന്നേ? എടാ, മിറ്റം തൂക്കാറുണ്ടോ? മിറ്റം തൂക്കുന്ന എക്സസൈസ് അറിയോ? ഈ തുണി കഴുകാറുണ്ടോ ഏതെങ്കിലും പെണ്ണുങ്ങൾ? നമ്മൾ ഈ കല്ലിന്റെ മുകളിൽ ഇട്ടിട്ട് ഈ തുണി ഇങ്ങനെ ആക്കാറുണ്ടല്ലോ. എന്ത് നല്ല എക്സസൈസാ. ചമ്മന്തി അരയ്ക്കാറുണ്ടോ? ചമ്മന്തി അരച്ചിട്ടുണ്ടോ? ആട്ടിങ്ങനെ മാവാട്ടാറുണ്ടോ? ഇതൊക്കെ എന്നാ എക്സസൈസാ. എന്നിട്ട് ജിമ്മി പോന്നു താത്താമാർ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആരുടെ വീട്ടിലാണോ ആട്ടുകല്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ വീട്ടിൽ? അതിപ്പോ എല്ലാത്തിന്റെ വീട്ടിലും ഉണ്ട്. ചട്ടിച്ചോറ് ഇന്നുന്ന കലത്തിലല്ലേ ഇപ്പൊ ചട്ടിയോടെ വീട്ടിൽ കൊണ്ടുപോകല്ലേ. അപ്പൊ നാളെ രാവിലെ കരുനാഗപ്പള്ളിയിലോ ഓച്ചിറയിലോ പോവാ മാർക്കറ്റിൽ. ഒരാട്ടുംകുട്ടിയെ വാങ്ങണം, 2-3 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങണം, ഒരാട്ടുകല്ല് വാങ്ങണം, കുറച്ച് ചട്ടിയും വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് പഴയതുപോലെ ജീവിക്ക്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. സുഖം കൂടിപ്പോയി.